ഒരു വാട്സപ്പ് അക്കൗണ്ട് എങ്ങനെ രണ്ട് ഡിവൈസിൽ ഓപ്പൺ ചെയ്യാമെന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഓൾറെഡി യൂസ് ചെയ്യുന്ന വാട്സപ്പ് തന്നെ നിങ്ങൾക്ക് മറ്റൊരു ഡിവൈസിലോട്ടും കൂടി കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി യൂസ് ചെയ്യുന്ന വാട്സപ്പുള്ള മൊബൈലാണ് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. റൈറ്റ് സൈഡിൽ ഞാൻ പുതിയതായിട്ട് ആ മൊബൈലിലോട്ട് വാട്സപ്പ് ഡൗൺലോഡ് ആക്കിയിട്ടുണ്ട്. അതിൽ ഞാൻ ഓൾറെഡി യൂസ് ചെയ്യുന്ന വാട്സപ്പ് കൊണ്ടുവരാനായിട്ട് പോവുകയാണ്. അപ്പോൾ വാട്സപ്പ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തു. അതിനുശേഷം ആദ്യം തന്നെ നമ്മൾ കയറി വരുമ്പോൾ ചോദിക്കുന്ന ഭാഷ സെലക്ട് ചെയ്തു. അതേപോലെ തന്നെ വെൽക്കം ടു വാട്സപ്പ് എന്നുള്ള ഇൻ്റർഫേസ് കണ്ടു. അവിടെ നമ്മൾ എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസും അഗ്രി ആൻഡ് അലോ ചെയ്തു കൊടുത്തു. അതിനുശേഷം നമ്മൾ കയറി വരുന്നത് മൊബൈൽ നമ്പർ എൻ്റർ ചെയ്തിട്ട് പുതിയൊരു വാട്സപ്പ് തുടങ്ങാനുള്ള ഭാഗത്തോട്ടാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് 3 ഡോട്ടുകൾ കാണാൻ സാധിക്കുന്നതാണ് മുകളിൽ റൈറ്റ് സൈഡിലായിട്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ലിങ്ക് ടു എക്സിസ്റ്റിംഗ് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു QR കോഡ് ഓപ്പൺ ആയിട്ട് വരുന്നതാണ്. ഈ QR കോഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഓൾറെഡി യൂസ് ചെയ്യുന്ന വാട്സപ്പ് നമ്മളുടെ പുതിയ മൊബൈലിലോട്ട് കൊണ്ടുവരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി യൂസ് ചെയ്യുന്ന വാട്സപ്പിലോട്ട് വരിക. അതിനുശേഷം 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ലിങ്ക്ഡ് ഡിവൈസസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ലിങ്ക് എ ഡിവൈസ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തപ്പോൾ ക്യാമറ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ക്യാമറ നിങ്ങളുടെ QR കോഡിന് നേരെയായിട്ട് കാണിച്ചു കൊടുക്കുക. അപ്പോൾ തന്നെ നമുക്ക് ലോഗിൻ ഇൻ എന്ന് എഴുതി കാണിക്കുന്ന ഒരു ഇൻ്റർഫേസ് ഓൾറെഡി ഉള്ള വാട്സപ്പുള്ള മൊബൈലിൽ എഴുതി കാണിക്കും. അതോടുകൂടി തന്നെ പുതിയതായിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ആ വാട്സപ്പിലും ലോഡിങ് യുവർ ഡാറ്റ എന്നുള്ള ഇൻ്റർഫേസ് വരുന്നതാണ്. അതിനുശേഷം നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി യൂസ് ചെയ്യുന്ന ആ വാട്സപ്പിലത്തെ എല്ലാ ചാറ്റുകളും ഇതിലോട്ട് ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ചാറ്റുകളും നിങ്ങൾ പുതിയതായിട്ട് ലോഗിൻ ആക്കിയിട്ടുള്ള മൊബൈലിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് 2 വാട്സപ്പും ഒരുപോലെ കാണാം. ഇപ്പോൾ 2 വാട്സപ്പിലും ഒരേ രീതിയിൽ തന്നെ ചാറ്റുകൾ കാര്യങ്ങളെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പഴയ വാട്സപ്പിലുള്ള എല്ലാ ചാറ്റുകളും പുതിയതായിട്ട് നമ്മൾ ലോഗിൻ ആക്കിയിട്ടുള്ള വാട്സപ്പിലോട്ടും വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് സ്റ്റാറ്റസിൻ്റെ ഭാഗത്തോട്ട് വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ആ അക്കൗണ്ടിലുള്ള എല്ലാ സ്റ്റാറ്റസുകളും നമുക്ക് 2 മൊബൈലിലും കാണാൻ സാധിക്കുന്നതാണ്. ഇനി കോളിൻ്റെ ഭാഗത്തോട്ട് വരുമ്പോഴും നമ്മൾ ഓരോന്നിലും കോൾ ചെയ്തിട്ടിരിക്കുന്നതിൻ്റെ ഹിസ്റ്ററികളാണ് കാണാൻ സാധിക്കുക. അപ്പോൾ അത് ഇൻഡിവിജ്വലാണ്. ബാക്കിയെല്ലാം നമുക്ക് സെയിം ആയിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു മൊബൈലിലത്തെ ഡാറ്റ ഓഫ് ചെയ്തിട്ട് മറ്റേ മൊബൈലിലൂടെ ചാറ്റിങ് ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ്. അപ്പോൾ 2 മൊബൈലിലും ഡാറ്റ എപ്പോഴും ഓൺ ആയിരിക്കണം എന്നൊന്നുമില്ല, നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ഏത് മൊബൈലിലാണോ ചാറ്റ് ചെയ്യേണ്ടത് ആ മൊബൈലിൽ മാത്രം ഡാറ്റ ഓപ്പൺ ആയിരുന്നാൽ മതി. ഇനി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ഒരു മൊബൈലിൽ നിന്ന് അയക്കുന്ന ചാറ്റുകൾ കാര്യങ്ങളെല്ലാം നമ്മൾ ഓൾറെഡി ലോഗിൻ ആക്കിയിട്ടുള്ള മറ്റേ വാട്സപ്പിലും വരുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു മൊബൈലിൽ നിന്ന് ഇവിടെ ഹലോ എന്ന് ഒരു അക്കൗണ്ടിലോട്ട് ടൈപ്പ് ചെയ്ത് മെസ്സേജ് സെൻഡ് ആക്കിയിട്ടുണ്ട്. അതേ ചാറ്റ് തന്നെ അവിടെ കാണാൻ സാധിക്കുന്നതാണ്, മുകളിൽ കാണാൻ സാധിക്കുന്നതാണ്. ഞാൻ ഹലോ അയച്ചിരിക്കുന്നത് 2ലും വന്നിട്ടുണ്ട്. അപ്പോൾ 2ലും നമുക്ക് സെൻഡ് ആക്കിയതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇനി ഈ അക്കൗണ്ട് ലോഗ് ഔട്ട് ആക്കാനായിട്ട് നിങ്ങൾ മാസ്റ്റർ അക്കൗണ്ടുള്ള ആ ഡിവൈസിലോട്ട് വന്ന് 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് ലിങ്ക് എ ഡിവൈസ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ അക്കൗണ്ട് ഏതെല്ലാം ഡിവൈസിൽ ലോഗിൻ ആയിട്ടുണ്ട് എന്ന് കാണാം. ആ ഡിവൈസിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ലോഗ് ഔട്ട് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി ലോഗിൻ ആയിട്ടുള്ള അക്കൗണ്ടിൽ നിന്ന് ലോഗ് ഔട്ട് ആക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇത്രയുള്ള വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.